ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മുടെ സൺസ്ക്രീമിൻ്റെ ഇഷ്യൂ. പക്ഷെ ഞാൻ അതിനെപ്പറ്റി പറയാനൊന്നുമല്ല. അതിൻ്റെ ഓരോ റിയാക്ഷൻ വീഡിയോസ് കാണുമ്പോഴും അതിലെ കമൻറ്റ് സെക്ഷൻസ് നോക്കുമ്പോൾ കമൻറ്റ് സെക്ഷൻസിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കമൻറ്റാണ്, എന്തിനാണ് നിങ്ങൾ അവരിവരും പറയുന്നത് കേട്ടിട്ട് ഓരോ ക്രീമുകൾ പരീക്ഷിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയത്, കാശുള്ള ടീംസ് ഉണ്ടല്ലോ, അവരിവരും പറയുന്നൊന്നും കേൾക്കൊന്നുമില്ല. അവരുടേതായ അവരുടെ കയ്യിൽ കാശുണ്ട്, അതുകൊണ്ട് അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മറ്റേ സ്കിന്നിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അവരുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്ന ക്രീമും ലോഷനും കാര്യങ്ങളെ അവർ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ നമ്മൾ സാധാരണക്കാർ അങ്ങനെയാണോ? നമ്മുടെ കയ്യിൽ ആ ക്രീമിനുള്ള പൈസ ഇങ്ങനെ ഒപ്പിക്കണേന്ന് തന്നെ നമുക്കും ദൈവത്തിനും തന്നെ അറിയുള്ളൂ. നമ്മൾ ഇനിയൊരു സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ട് സ്കിന്ന് ടെസ്റ്റ് ചെയ്ത്, ഇപ്പോൾ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാൻ തന്നെ 600, 700, 800 രൂപയൊക്കെ ഉണ്ട്. പിന്നെ സ്കിൻ ടെസ്റ്റുകൾക്കും അതിൻ്റേതായ പൈസകളുണ്ട്. അപ്പം നമ്മൾ അതിനൊന്നും മെനക്കെടാൻ നിൽക്കില്ല. നമ്മളെന്ത് ചെയ്യും, ആ പരസ്യത്തിൽ ഈ ക്രീം കണ്ടല്ലോ, കുഴപ്പമില്ലായിരിക്കല്ലേ, അങ്ങനെ ഒരു പ്രതീക്ഷയാണ് നമുക്ക്. പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസേഴ്സ് പറയുകയാണെങ്കിൽ നമുക്കത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. അവരങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിരിക്കും എന്നുള്ളൊരു തോന്നലാണ് നമ്മളെക്കൊണ്ട് അങ്ങനെ നമ്മളെക്കൊണ്ട് വേടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ അവരും പറയുന്ന സാധനങ്ങൾ കേട്ട് വന്ന് നമ്മൾ സാധാരണക്കാർ തന്നെയല്ലേ. അപ്പോൾ ഉള്ളൊരു ചോദ്യമാണ്, എന്തിനാണ് അപ്പോൾ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി ഇങ്ങനെ ഈ ക്രീമും കാര്യങ്ങളൊക്കെ മേടിക്കണേന്ന്. അപ്പോൾ അതിനുള്ള ഉത്തരം, ഞങ്ങൾക്കും ഇല്ല ഓരോ ആഗ്രഹങ്ങളും, ഓരോ സ്കിന്നും ഓരോ ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് പറ്റണമെന്നും കുറച്ച് ഗ്ലോ